അവിടെ ഞാൻ ഒരു വർഷം കൊണ്ട് ഈ വെള്ളത്തിൽ ഈ തീട്ട വെള്ളത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞിന് ഒരു ഗ്രാമിൻ്റെ സ്വർണം മേടിക്കാനായിട്ട് വെച്ചാൽ മാർച്ച് മാസം ബോണസ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ബോണസും ഇല്ല, ഒന്നുമില്ല. ഞാൻ 40,000 രൂപ ഇറക്കിയിട്ടുണ്ട് മോനെ. ഞാൻ ഈ ചട്ടിയും കലവും കഴുകി കൊടുക്കണതാണ് മാസം 2,000 രൂപ. ഇവിടെ വന്നപ്പോഴേക്കും സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം 5 ദിവസം ഇത് പൂട്ടിയിട്ട് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല മക്കളെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മൾക്ക് ഇങ്ങനെ ഒരു മക്ക് വെച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാവപ്പെട്ടങ്ങളുടെ കാശ് മേടിച്ചിട്ടില്ലേ ഇവര് ഈ വേല ചെയ്യണത്. വെയിലും തീയും കൊണ്ട് നടന്ന് 10 പൈസ ഉണ്ടാക്കണത്. പേരക്കുട്ടികൾ 3 പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇട്ടത് പൈസ നമുക്ക് കിട്ടണം. നമസ്കാരം. കേരളത്തിൽ തട്ടിപ്പുകൾ ഒരു പുതുമയല്ല. മലയാളികൾ എല്ലാവരും തട്ടിപ്പിലേക്ക് വീഴുന്ന നിരവധി വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയതായി ഒരു തട്ടിപ്പ് വാർത്ത പുറത്തു വരുന്നത് എറണാകുളം ജില്ലയിലെ മറൈൻ ഡ്രൈവിൽ പ്രവർത്തിക്കുന്ന ആതിര ഗോൾഡ് എന്ന ജ്വല്ലറിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. നിക്ഷേപ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. കോടികളുടെ ഒരു തട്ടിപ്പാണ് ഇവിടെ നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ഗോൾഡിൻ്റെ ഷോറൂം അടച്ചുപൂട്ടിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപാട് പേരാണ് ഇവിടേക്ക് ഇപ്പോൾ ഈ തട്ടിപ്പിന് ഇരയായവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. പലരും ലക്ഷങ്ങൾ കൊടുത്താണ് ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു സ്കീമിൽ, ഗോൾഡിൻ്റെ സ്കീമിൽ കയറിയത്. 1000 രൂപ മാസം കൊടുക്കുന്ന സ്കീമുകളും മാസം 10,000 രൂപ കൊടുക്കുന്ന സ്കീമുകളും അടക്കം വലിയ തുകകളാണ് ഇവർ പിരിച്ചെടുത്തത്. ഈ മാസം കളക്ഷൻ ഏജന്റ് എത്താത്തതിനെ തുടർന്നാണ് ആളുകൾ ഈ ഒരു ജ്വല്ലറി ഷോറൂമിലേക്ക് അന്വേഷിച്ചെത്തിയപ്പോൾ ആണ് അവർക്ക് ഇത്തരത്തിൽ ഈ ഗോൾഡ് ജ്വല്ലറി പൂട്ടിക്കിടക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞത്. തുടർന്നാണ് ഇവിടെ ഒരുപാട് പേർ എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അറിയുന്നത് ഇത് വലിയൊരു തട്ടിപ്പാണ്. ഇവർ പൂട്ടി സ്ഥലം വിട്ടു എന്ന് മനസ്സിലാക്കുന്നത്. ഇവരുടെ നോർത്ത് പറവൂരിലെ ഷോറൂമിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പാവങ്ങളുടെയൊക്കെ കാശ് കൊടുക്കാൻ പറ. എനിക്കും ഉണ്ട് 17,000 രൂപ കിട്ടാം. അവിടെ ഞാൻ ഒരു വർഷം കൊണ്ട് ഈ തീട്ട വെള്ളത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞിന് ഒരു ഗ്രാമിൻ്റെ സ്വർണം മേടിക്കാനായിട്ട് വെച്ചാൽ ഞാൻ ആ കാശ് പോലും ഉപയോഗിച്ച് ഞാനിവിടെ വരുന്നത് ചിട്ടി എടുത്ത് 17 കോടി ഒരു വർഷമായിപ്പോൾ കൊടുത്തിട്ട് മാർച്ച് മാസം ബോണസ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ബോണസും ഇല്ല, ഒന്നുമില്ല. അപ്പോഴായി പെട്ടെന്ന് ഒരു എന്തൊരു വന്നു. ഞാൻ 2,000 രൂപ വെച്ചു. അമ്മയ്ക്ക് എത്ര നഷ്ടപ്പെട്ടെ? ഞാൻ 40,000 രൂപ ഇറക്കിയിട്ടുണ്ട് മോനെ. ഞാൻ ഈ ചട്ടിയും കലവും കഴുകി കൊടുക്കണതാണ് മാസം 2,000 രൂപ. പാടില്ലാത്തതാണ് മോനെ. മുട്ടുവേദന എടുത്തിട്ട് പാടില്ല. കോണി കയറി ഇറങ്ങിയിട്ടാണ് ഈ പണി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണത്. ഇതിങ്ങനെ ആവുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല മോനെ. ചേച്ചി പറഞ്ഞത് ഇത് ഈ ഫ്ലാറ്റുകളിലൊക്കെ ജോലിക്ക് പോയും മറ്റുമൊക്കെയാണ് അവരിങ്ങനെ ഈ പണമൊക്കെ സ്വരൂപിച്ചാണ് ഉണ്ടായത്. അമ്മയ്ക്ക് എത്രയാണ് നഷ്ടപ്പെട്ടെ? അത് ബുക്കിൽ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ മോനെ. കുറി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് വട്ടെത്തിയിട്ടില്ല. അപ്പോൾ 1 മാസം കഴിഞ്ഞ് അത് അപ്പം സ്വർണ്ണം ലാസ്റ്റ് ആകുമ്പോൾ സ്വർണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതിങ്ങനെ ആയെന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലെ അറിയണ. പണിക്ക് പോയിട്ട് ഇപ്പോൾ ഇതേ പണി കഴിഞ്ഞ് വരികയാണിപ്പം. അപ്പം മാസത്തിൽ കിട്ടുമ്പോൾ ഒരു തുച്ഛമായ സംഖ്യ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്കായല്ല സ്വർണം മേടിക്കാമെന്ന് വിചാരിച്ചാണ് വെച്ചത്. ഞാനിപ്പോൾ പൈസ അടക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ 50,000 രൂപ എൻ്റെ മോക്കടയും കൂടി സംഭവിച്ച് ഞാനിവിടെ 2 വർഷങ്ങളായിട്ട് ചെയ്ത് സ്വർണം വാങ്ങുന്ന ആളാണ്. ഇപ്പോൾ പുതിയതായിട്ടും ചേർന്ന് ഒരു 6-7 മാസമായി. അപ്പോൾ അതങ്ങനെ നിൽക്കണേണ്. അപ്പോൾ ഞാൻ അടക്കാൻ വന്നപ്പോഴാണ് ഇപ്പോൾ അറിയണത് ഇങ്ങനെ സംഭവമൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ബാങ്കുകാർ അടച്ചുകൂട്ടി പോയേക്കാണെന്ന് പറഞ്ഞു. പിന്നെ വേറെ കൂടുതലൊന്നും അറിയില്ല. മാസം എത്ര വെച്ചിട്ടായിരുന്നു അടച്ചോണ്ട്? മാസം ഇപ്പം ഞാൻ പുതിയത് 2,000 രൂപയുടെ. അതിക്ക് മുമ്പ് ഞാൻ ക്ലോസ് ചെയ്ത് സ്വർണം വാങ്ങിയിട്ടുണ്ട്. 1000 രൂപ വെച്ചിട്ടാണ് ഇവിടെ അടച്ചിരുന്നത്. മാസം 1000 രൂപ വെച്ച് 2 കൊല്ലത്തേക്ക്. ഇപ്പോൾ ഒരു 13,000 രൂപ അടച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം വരെ അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനീതിയാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് സ്വർണം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു മാല വെച്ച് കഴിഞ്ഞാൽ 9 മാസം കൊണ്ട് എടുക്കണമെങ്കിൽ പലിക്കൂനും പണിക്കുറവില്ലാണ്ട് ആ വിലയ്ക്ക് തന്നെ സ്വർണ്ണം എടുക്കാം. അപ്പോൾ ഒരു 2 പവൻ്റെ മാല കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വേസ്റ്റ് എടുക്കാൻ പോകുമായിരുന്നു. പിന്നെ കുറച്ച് കൂട്ടി വെച്ച് കുറി വീണു. അപ്പോൾ മോക്ക് വന്ന് 22 വയസ്സായ മോളുണ്ട്. അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടി മേടിക്കാൻ വന്നതാണ്. അപ്പോൾ പറഞ്ഞ് മേടിക്കണ്ട, ആ കല്യാണം നിശ്ചയം ആകുമ്പോൾ നിങ്ങൾ വന്ന് മേടിച്ചോ, ഇങ്ങനെ ചെയ്തു വയ്ക്കുമെന്ന് പറഞ്ഞു. സ്വർണ്ണമായിട്ട് മേടിക്കണ്ട, മോളുടെ കല്യാണം ആകുമ്പോൾ നിങ്ങൾ വന്ന് മേടിച്ചോ. ഈ സ്കീമിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഇൻട്രസ്റ്റും കിട്ടും. ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് വന്ന് മേടിക്കാമെന്ന് പറഞ്ഞായിരുന്നു. 375. അവർ പറഞ്ഞ് 9 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് 7.5 പവന് സ്വർണം കിട്ടും. ഇതിനകത്ത് നിന്ന് കുറച്ച് പൈസ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് എല്ലാ മാസവും കിട്ടുമെന്ന് പറഞ്ഞു. അത് 9 മാസത്തേക്ക് പണിക്കൂലി ഇല്ല സ്കീമിൽ വെക്കുന്ന ദിവസത്തെ റേറ്റിൽ വെച്ചിട്ട് എടുക്കുന്ന ദിവസത്തെ എന്താണോ അന്നത്തെ റേറ്റിൽ എടുക്കാമെന്ന് പറഞ്ഞാണ് വെച്ചത്. ഇപ്പോൾ വെച്ചിട്ട് 5-6 മാസം തികയണേ ഉള്ളൂ. മാസം 1000 രൂപ വെച്ച് അടക്കണത്.
ഞാനിപ്പോൾ എൻ്റെ കെയർ ഓഫിൽ തന്നെ ഞങ്ങൾക്ക് ഒന്നിച്ചിപ്പോൾ ഒരു 2ന്റെ അടുത്ത് കിട്ടാനുണ്ട്. 2 ലക്ഷം. ആ അങ്ങനെ ചോദിച്ചു. ഇപ്പോൾ ഈ 3-4 ദിവസമായപ്പോഴേ ഫോണിൽ വന്നാൽ ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ ഇവിടെ ആതിരെ പൂട്ടിയെന്ന്. ഞങ്ങൾ ഇന്നലെ രാത്രി കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ 5 ദിവസം ഇത് പൂട്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നാലും ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ വന്നതാണ്. വന്നിട്ട് ഞങ്ങൾ ചോദിക്കാൻ വന്നപ്പോഴേക്കും പോലും അവിടുത്തെ സാറ് പറഞ്ഞ് ഇവിടെ വന്നൊരു പെറ്റീഷൻ കൊടുത്തിട്, അല്ലാണ്ട് നടക്കുമൊന്നുമില്ല, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല മക്കളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഒരു അപേക്ഷ എഴുതി കൊടുത്തിട്ട് പോകുന്നതാണ്. എങ്ങനെയാണ് സ്വർണ്ണത്തിന്റെ ഇതായിരുന്നു. നമുക്കിത് നമ്മൾ നേരത്തെ തുടങ്ങി ഇവരുടെ കൂടിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ കൂടിക്കൊണ്ടിരുന്നത്. മാസം മാസം കളക്ട് ചെയ്യാനായിട്ട് ഒരു ചേച്ചി വരുമായിരുന്നു. അങ്ങനെ കൊടുത്ത് ഇപ്പോഴേ കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങനെയാണെന്ന് അറിയണത്. ഞാൻ ഇന്നലെയാണ് അറിയണത്. 2 ലക്ഷം രൂപ മേലുണ്ട് എനിക്ക് കിട്ടാനായിട്ട്. അത് നമ്മൾ കൊടുത്ത കാശ് തന്നെ അവിടെ ഇട്ടാൽ മതി, പലിശ കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടതാണ് 1 ലക്ഷം രൂപ. അല്ലാതെ തന്നെ ബുക്കിലുണ്ട് 1.5 ലക്ഷത്തിലധികം. ഒരുപാട് ഞാൻ വീട്ടുപണിക്ക് പോണ ആളാണ്. വീട്ടുപണിക്ക് പോയി കിട്ടണതിന്ന് കൊടുത്തിടണതാണ്. എന്നിട്ടാണ് ഇപ്പം ഈ ഒരു ഇത് ഇവർക്ക് അവിടെ ഇവിടെയൊക്കെ കടകളുണ്ട്, സ്വർണ്ണക്കടകളുണ്ട്, തുണിക്കടകളുണ്ട്, അതുണ്ട് ഇതുണ്ട്. നമ്മൾ ആ ഒരു ധൈര്യം കണ്ടിട്ടാണ് നമ്മൾ ഇതിന് ഇട്ടത്. അപ്പോഴത്തേക്കും നമ്മൾക്ക് ഇങ്ങനെ ഒരു മക്ക് വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാവപ്പെട്ടങ്ങളുടെ കാശ് മേടിച്ചിട്ടില്ലേ ഇവർ ഈ വേല ചെയ്യണത്. അപ്പം ഇങ്ങനെ ചെയ്ത് എന്ത് ചെയ്യും? ഞങ്ങൾക്കത് കിട്ടണം, ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ. കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല. അതെന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇട്ടേക്കണതാണ്. അമ്മ എവിടുന്നാ വരുന്നത്? ഞാൻ വന്നതേ ലോട്ടറി വിറ്റ് പാതിരയിൽ ഒരു 4000 ഇറക്കിയിട്ടുണ്ട്. അപ്പം അത് അതിലെ ഇന്നലെ ഞാനിപ്പോൾ അറിയണത്, അടച്ചെന്ന് അറിയണത്. അപ്പം ആ പൈസ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ ഞാൻ അറിയണത്. ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ട് പൈസ കൊണ്ടുവന്ന് അതിലേൽ ഇട്ടത്. അപ്പം അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മ വെയിലും തീയും കൊണ്ട് നടന്ന് 10 പൈസ ഉണ്ടാക്കണത്. പേരക്കുട്ടികൾ 3 പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പം ആ പൈസ നമുക്ക് കിട്ടണം. നമ്മൾ 2 തവണയായിട്ട് വെച്ചത് ഒരു 9.5 പവൻ. സംഭവിച്ചല്ല, നമ്മൾ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം ഉണ്ടായിരുന്നു അവിടെ. ഇത്ര പവൻ സ്വർണം വെച്ച് കഴിഞ്ഞാൽ 9 മാസം കഴിയുമ്പോൾ പണിക്കൂലിയും ടാക്സും ഇല്ലാതെ നമുക്ക് അത് വെച്ച സ്വർണ്ണം എത്ര ഗ്രാമാണോ അത്ര സ്വർണ്ണം തിരിച്ചു കിട്ടും. അപ്പോൾ ആ സ്കീമിൽ വെച്ചതാണ് സ്വർണം. 2 പവനോളം ഉണ്ട്. 9 മാസം കഴിയുമ്പോൾ സ്കീം തീരണം. 9 മാസം കഴിയുമ്പോൾ ഒന്ന് എടുക്കാന്നുള്ള ഇതിനകത്ത് നിന്നപ്പോഴത്തേക്കാണ് കട പൂട്ടിയെന്നുള്ള അറിവ് കിട്ടിയത്. അങ്ങനെയാണ് വന്നത്. പൊട്ടിയ ഗോൾഡായിരുന്നു. അപ്പം അത് മാറ്റി വാങ്ങുമ്പോഴത്തേക്കും മറ്റേതാകുമ്പോഴത്തേക്കും നമുക്ക് പണിക്കാശൊക്കെ കുറേ വരും. ഇതാകുമ്പോൾ 9 മാസം അടച്ചു കഴിഞ്ഞാൽ നമ്മൾ വെച്ച ഗോൾഡ് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. നേരത്തെ ഇതിനു മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വെച്ചത്. അപ്പോൾ അമ്മയ്ക്ക് വീടില്ല, സ്ഥലവും ഒന്നുമില്ല. അമ്മ ചോറ്റാനിക്കര അമ്പലത്തിലാണ്, നടയിലാണ് കിടക്കുന്നത്. അമ്മ ഈ ലോട്ടറിയൊക്കെ വിറ്റ് കച്ചവടം ചെയ്തിട്ടാണ് പിന്നെ പെൻഷൻ കാശൊക്കെ കിട്ടി. അങ്ങനെയാണ് ഈ കുറി കൂടിയത്. അത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു മോളുടെ പേരിലാണ് കുറി കൂടിയേക്കുന്നത്. പക്ഷേ ഇവർ 2 ദിവസമായിട്ട് കട തുറന്നിട്ടില്ല എന്നാണ് ആൾക്കാർ പറഞ്ഞറിഞ്ഞത്. അത് ഇവർ മുങ്ങിയതാന്നാണ് പറയണത്. ക്യാഷും സ്വർണ്ണമായിട്ടൊക്കെ ഇവർ ഇവിടുന്ന് മുങ്ങിയെന്നാണ് പറയണത്. അത് കൊണ്ടുപോയത് അത്ര നല്ലതല്ല. പാവപ്പെട്ടവരെയും ഉള്ളവരുടെ ആണെങ്കിലും ആ കൊണ്ടുപോയത് അത്ര ശരിയല്ല. പക്ഷേ എങ്ങനെയെങ്കിലും നിയമത്തിൻ്റെ വഴിയിൽ ഞങ്ങൾ സഹായിക്കണം. അത്രയും ബുദ്ധിമുട്ടുള്ളൊരു അമ്മയാണ് എൻ്റെ അമ്മ. അത്രയും ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് ലോട്ടറി കച്ചവടം ചെയ്തിട്ട് ഉണ്ടാക്കിയ പൈസയാണ്. ഇത് കൊണ്ടുപോയ ആൾക്കാർ നന്നാവില്ലെന്ന് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്. എന്തായാലും കോടികളുടെ തട്ടിപ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് ആതിര ഗോൾഡ്. പലരും പാവപ്പെട്ട ആളുകളാണ്. ഈ മാലിന്യമൊക്കെ പെറുക്കാൻ പോകുന്ന ആളുകളൊക്കെയുണ്ട്. അതൊക്കെ പെറുക്കി ജീവിക്കുന്ന ആളുകൾ സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണമൊക്കെയാണ് ഇവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചത്. നമ്മൾ നേരത്തെ സംസാരിച്ച ചേച്ചി ഇതുപോലെ ഈ വേസ്റ്റുകളൊക്കെ പെറുക്കി അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം മിച്ചം പിടിച്ച് വെച്ച 3.5 ലക്ഷം രൂപയാണ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തത്. 9 മാസം കഴിയുമ്പോഴത്തേക്ക് 7.5 പവൻ കൊടുക്കുമെന്നായിരുന്നു വാഗ്ദാനം. പക്ഷേ ഇപ്പോൾ ആ പണവുമില്ല, ജോലിക്കാർ പൂട്ടി പോവുകയും ചെയ്തു. ഇതുപോലെ പലരും മകളുടെ വിവാഹത്തിനായിട്ടും മറ്റുമൊക്കെ പണം നിക്ഷേപിക്കുകയും അല്ലെങ്കിൽ ഗോൾഡ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. ഇവരുടെ നോർത്ത് പറവൂരിലെയും എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലെ മറൈൻ ഡ്രൈവിന് സമീപമുള്ള ആതിര ഗോൾഡിൻ്റെ ജ്വല്ലറിയും രണ്ടും താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. നിരവധി പരാതികളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 100-നടുത്ത് പരാതി ഇതുവരെ സെൻട്രൽ സ്റ്റേഷനിൽ മാത്രം ലഭിച്ചിട്ടുണ്ട്. ഇനിയും പരാതികളുടെ എണ്ണം കൂടുമെന്നാണ് പോലീസ് പറയുന്നത്. ജ്വല്ലറിക്കാരെ ബന്ധപ്പെട്ട് അവരോട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കൊച്ചിയിൽ നിന്നും ടി അഭിഷേകറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.